പ്രധാനമായതും ഏറ്റവും പോപ്പുലറുമായ ഒരു ആസനമാണ് പാദഹസ്താസനം. പാദം എന്ന് വെച്ചാൽ നമ്മളുടെ കാലെന്നും ഹസ്തം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്നും. ഓക്കെ, ഈ രണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ആസനമാണ് പാദഹസ്താസനം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചില്ല. ഓക്കെ, താടാസന സ്ഥിതിയിലേക്ക് നിൽക്കുക. നമ്മൾ നിന്നുകൊണ്ടുള്ള ഏത് ആസനം ചെയ്യുന്നെങ്കിലും നമ്മൾ താടാസന സ്ഥിതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് നിർത്തുക. ഇരു കൈകളും ശ്വാസം എടുത്ത് മുന്നിലേക്ക് ഉയർത്തണം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് നമ്മുടെ കാലിന്റെ പെരുവിരലിലേക്ക് പിടിക്കുക. നെറ്റി മുട്ടി തുടിക്കുക. ഇതാണ് പാദഹസ്താസനം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസനമാണ് ഇത്. നമ്മൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നടുവിന് നല്ല ബലം കിട്ടുകയും നടുവ് നന്നായിട്ട് അയഞ്ഞു വരികയും ഇത് ഉറക്കമില്ലായ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ആസനമാണ്. ഇതിൽ നിന്നുകൊണ്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ട് ഒരു നോർമൽ ബ്രീത്ത്, നന്നായിട്ട് ആ ഒരു വലിവിനെ, നമ്മുടെ നടുവിന്റെ വലിവിനെ ശ്രദ്ധിച്ച് ആസ്വദിച്ച് അതിനെ നന്നായിട്ട് ഫീൽ ചെയ്ത് പോവുകയാണെങ്കിൽ, ഫീൽ ചെയ്ത് നമ്മൾ ഈ ഒരു ആസനം ചെയ്യുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും, നല്ല മനസ്സ് നല്ല ഹാപ്പി ആവും. നമുക്ക് ഉള്ളിലെ ഈഗോ പോലെയുള്ള വിഷയങ്ങൾ വരില്ല. ആരെ കണ്ടാലും തൊഴുത് താഴ്ന്ന് നിൽക്കാനേ തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ഈ ഒരു ആസനം ചെയ്യുക. നമസ്കാരം.